വെൽക്കം സായിറാം സായി ഗുരു ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം. അതായത് ഞാൻ പറയാൻ പോകുന്നത് എല്ലാം സത്യമാണ്. എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ നവംബർ 15-ാം തീയതി സിദ്ധിക്ക് പോകുകയായിരുന്നു. അവിടെ കണ്ട അത്ഭുതങ്ങളും അതിശയങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയുന്നത്. ഞാനില്ലെങ്കിൽ സാധാരണ തോട്ടത്തിലൊക്കെ പോയി അവിടെ നല്ല കാറ്റുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെയാണ് വീഡിയോ എടുക്കുന്നത്. ഇന്ന് ഞാൻ ഇവിടെ വീഡിയോ എടുക്കുന്നുവെങ്കിൽ അത് സത്യമായതുകൊണ്ട് മാത്രം. ഭഗവാന്റെ മുന്നിലിരുന്നിട്ടാണ് ഞാനെല്ലാം ഇപ്പോൾ പറയുന്നത്. സത്യമാണ് എല്ലാ കാര്യവും പറയുന്നത്. ഇല്ലാതെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ അല്ല. ഞാൻ എപ്പോഴും അതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടാകുന്നത്. എപ്പോഴും ഞാൻ ഏത് വീഡിയോയിലും ഞാൻ പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഭഗവാന്റെ കാരുണ്യത്തിൽ ഞങ്ങൾക്ക് കഴിയാനുള്ളതൊക്കെ ഭഗവാൻ ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് കൊണ്ട് ഈ വീഡിയോയിൽ സമ്പാദിച്ച് നുണ പറഞ്ഞ് സമ്പാദിക്കണമെന്ന് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഏതൊരു ദൈവത്തെക്കുറിച്ച് പറയുകയാണെങ്കിലും ഗീതയാവട്ടെ, ഭഗവത്ഗീതയിലാവട്ടെ, സച്ചരിത്രത്തിലാവട്ടെ, ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? താല്പര്യം ഇല്ലാത്തവരോട് നമ്മൾ ഒന്നും പറയാൻ നിൽക്കരുതേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കേൾക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അവരോട് താല്പര്യമില്ലാത്തവരോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് ദോഷമായിട്ടാണ് തിരിച്ച് കിട്ടുന്നത്. അതുകൊണ്ട് താല്പര്യമില്ല ഒന്നും പറയാം. നമ്മൾക്ക് കണ്ടാലറിയാം നമ്മൾ എന്താണോ ഭഗവാനെക്കുറിച്ച് പറയുന്നത്. പറയുമ്പോൾ നമ്മൾക്കറിയാം അവർ ശ്രദ്ധയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കുക, ഇങ്ങനെയൊക്കെ ഇല്ലെങ്കിൽ അവരെന്തെങ്കിലും തിരിച്ചു പറയുക, അതെല്ലാം ആയിരിക്കും അവർക്ക് അപ്പോൾ താല്പര്യം ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ളവരോടോ ഒന്നും നമ്മൾ പറയാതെ ഇരിക്കുന്നതാണ് നല്ലത്. അതും പ്രത്യേകിച്ച് ഭഗവാനെക്കുറിച്ചോ ഭഗവതിയെക്കുറിച്ചോ ഒന്നും പറയാതെ ഇരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഞാൻ പറയുന്നത് ഈ വീഡിയോയിൽ കൂടെ പറയുകയാണെങ്കിൽ ആർക്കെങ്കിലും താല്പര്യമുള്ളവർ അത് 1 2 അല്ലെങ്കിൽ 5 10 പേര് നോക്കിയാലും മതി. അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. താല്പര്യമുള്ളവർ നോക്കിക്കോളും, വിശ്വാസമുള്ളവർ നോക്കിക്കോളും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ ഈ ഭഗവാനെ കാണണം, എല്ലാവരും കണ്ടോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാൻ നുണ പറഞ്ഞ് പൈസ സമ്പാദിക്കണം എന്നുള്ളത് കൊണ്ട് അല്ല പിന്നെ പറയാൻ പോകുന്നത്. ഈ നവംബർ 15-ാം തീയതിയാണ് ഞങ്ങൾ സിദ്ധിയിലേക്ക് പുറപ്പെട്ടത്. എല്ലാം ഭഗവാൻ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആരാധിക്കുന്ന അഭിഷേകം ചെയ്യുന്ന ഭഗവാനാണ് ഈ മുന്നിലിരിക്കുന്നത്. ആ ഭഗവാൻ ചെയ്ത അത്ഭുതങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ചിലപ്പോൾ ലോങ് വീഡിയോ ആയി പോകും. ഞാൻ എല്ലാ വീഡിയോയിൽ ഇപ്പോൾ സാധാരണ പറയാറുള്ളത് എന്താണെന്നറിയോ? കുറച്ച് ലോങ് ആയി പോകുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. ഞാൻ പൊക്കോട്ടെ, നിങ്ങളെ വീഡിയോ ചിലപ്പം കാണില്ല, സ്കിപ്പ് ചെയ്ത് കാണും, ഞാൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സ്കിപ്പ് ചെയ്ത് പോകരുതേ. ഭഗവാന്റെ അത്ഭുതം കേൾക്കൂ. വിശ്വാസം ഉള്ളവർ വിശ്വസിക്കാം, അത്ര തന്നെ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ അങ്ങനെ ഞങ്ങൾ രാവിലത്തെ പൂജകളെല്ലാം കഴിഞ്ഞു. 8 മണിക്കായിരുന്നു അവിടെ ട്രെയിന്. രാവിലെ നേരത്തെ 15-ാം തീയതി, കഴിഞ്ഞ ശനിയാഴ്ച, ഇതിപ്പോൾ ഇന്നും ശനിയാഴ്ചയാണ്. കഴിഞ്ഞ ശനിയാഴ്ച 8 മണിക്ക് ട്രെയിനാണ്. ഞങ്ങൾ അങ്ങനെ 8 മണിക്കൊക്കെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. അവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അങ്ങനെ ട്രെയിന് വരാറായി. അതിൻ്റെ മുന്നിലായി ഒരു അച്ഛൻ, ഒരു അച്ഛൻ വന്ന് ഇരിക്കുകയായിരുന്നു ഞങ്ങളുടെ അടുത്ത്. ഒരു വെളുത്ത താടിയൊക്കെ ഉണ്ടായിരുന്നു. ഹസ്ബൻഡിനോടൊക്കെ സംസാരിക്കുകയായിരുന്നു. ഞാനും ശ്രദ്ധിച്ചൊന്നുമില്ല. 50 പേരാണ് ഞങ്ങൾ സിദ്ധിയിലേക്ക് പോകാനായിട്ട് തയ്യാറോടെ ഇരിക്കുന്നത്. അങ്ങനെ അവരുടെ ഗ്രൂപ്പായിരിക്കും ഇവരുടെ ഗ്രൂപ്പായിരിക്കും പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും അങ്ങനെ വിചാരിച്ചു കൊണ്ട് ഇരിക്കുകയാണ്. ആർക്കും അറിയില്ല ഇത് അവരുടെ ആയിരിക്കോ ഇവരുടെ ആയിരിക്കോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാം ട്രെയിനിൽ കയറി.
അങ്ങനെ ട്രെയിനിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എൻ്റെ ആഗ്രഹം, എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെ സാധാരണ ട്രെയിൻ തന്നെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഫസ്റ്റൊക്കെ സിർദിയിലേക്ക് ഉള്ള ട്രെയിൻ ഉണ്ടായിരുന്നു അത്രേ. ഞങ്ങൾക്കറിയില്ലായിരുന്നു. അറിയാം, ന്യൂസിലൊക്കെ കണ്ടിരുന്നു. കോയമുത്തൂർ, സിരിഡി, പ്രത്യേകിച്ച് സിദ്ധിക്ക് പോകുന്നവർ മാത്രമേ ആ ട്രെയിനിൽ ഉണ്ടാവുള്ളൂ. ടൈമിന് ആരതിയും പൂജകളും എല്ലാം ഉണ്ടാകും, ഭജനകളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും ആ ട്രെയിനിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് ആഗ്രഹവും ഉണ്ടായിരുന്നു, നമ്മൾക്കൊന്ന് പോയാലോ, നമുക്ക് ഭഗവാന്റെ പാട്ടൊക്കെ കേട്ടിട്ട് അങ്ങനെ പോവാലോ എന്നൊക്കെ, അങ്ങനെ ഒരുപാട് ആഗ്രഹവും ഉണ്ടായിരുന്നു. ഇപ്പം അത് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്, ആ ട്രെയിൻ ഇല്ലാത്രേ. എനിക്ക് കുറച്ച് വിഷമമായി. അയ്യോ ദൈവമേ, ഇതിപ്പോൾ സാധാരണ ട്രെയിനാണല്ലോ, നമ്മൾ 1.5 ദിവസം 2 ദിവസത്തോളം ട്രാവൽ ചെയ്താലേ അവിടെ എത്തുള്ളൂ. ഈ ഭജനയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഭഗവാനെ ഓർത്ത് അങ്ങനെ പോവാലോ. എല്ലാവരും എങ്ങനെയുണ്ടാവും എന്നറിയില്ലല്ലോ, ഓരോരുത്തർ ഓരോ മാതിരി ആയിരിക്കുമല്ലോ. സച്ചരിതം വായിക്കുന്നവരും ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മളെന്താ ചെയ്യുക, അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ട്രെയിനിൽ കയറിയത്. അങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ ഇരിക്കുന്ന ആ പെട്ടിയിൽ ഭജന ഭജന ഗ്രൂപ്പായിരുന്നു വന്നിരുന്നിരുന്നത്. അപ്പോൾ ഒന്നും എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ പോയി ഒരു 10 മണി 11 മണി അങ്ങനെ ആയി കഴിയുമ്പോഴേക്കും എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് എല്ലാവരും ഭജനയ്ക്കുള്ള തയ്യാറായിരുന്നു. ഞാൻ തൊട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ആ ഗ്രൂപ്പ് ഒരു 10-15 പേരുണ്ടായിരുന്നു. അടുത്തുള്ള ആ ട്രെയിൻ പെട്ടിയിൽ നിന്ന് ഇവിടെ ഞങ്ങളവിടെ പെട്ടിയിൽ വന്ന് എല്ലാവരും ഇരിക്കുകയായിരുന്നു. ഒരു സീറ്റിൽ 5 പേര് 6 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി സൈഡ് അങ്ങനെ എല്ലാവരും അങ്ങനെ ഇരിക്കുകയായിരുന്നു, നെരുങ്ങി ഇരിക്കുകയായിരുന്നു. പിന്നെ എല്ലാം നിങ്ങൾക്ക് കാണാം, എൻ്റെ വീഡിയോ നോക്കിയാൽ കാണാം. ഞാനും ഇട്ടിട്ടുണ്ടല്ലോ, ഇതിൻ്റെ മുമ്പ് ഇട്ടിരുന്ന വീഡിയോയിലൊക്കെ അതാണ്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ ഈ സൈഡിൽ കൂടെ നിങ്ങൾക്ക് ഈ അച്ഛനെ ഞാൻ കാണിച്ചു തരാം. പിന്നെ അങ്ങനെ പാട്ട് പാടിയിട്ട് ഞങ്ങൾ പോവുകയായിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷമായി. ദൈവമേ, ഞാൻ ഇതാണല്ലോ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്, ഈ ഭജനയോടെ കൂടി പോകണമല്ലോ. എനിക്ക് ഭജന പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഏതൊരു അമ്പലത്തിലും ഭജന ഉണ്ടെങ്കിൽ അവിടെ പോയി മിണ്ടാതെ ഇരിക്കും, രസിച്ചു കൊണ്ടിരിക്കും. ഈ ഭജനയ്ക്ക് വേണ്ടിയേ ഞാൻ ചിലപ്പോഴൊക്കെ ക്ഷേത്രത്തിൽ പോകാറുണ്ട്. തിരുവല്ലമല ആവട്ടെ, വിശേഷ ദിവസങ്ങളിലൊക്കെ ഈ ഭജന കേൾക്കുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക്. അങ്ങനെ ഭജന ഗ്രൂപ്പ് നല്ല പാട്ടായിരുന്നു. ഞങ്ങളും കൂടെ പാടുകയായിരുന്നു. ഭഗവാനെ കുറിച്ച് നല്ല സന്തോഷമായിരുന്നു. എന്നെ മെയ് മറന്നു പോയി എന്നാണ് അങ്ങനെയാണ്, എനിക്ക് മെയ് മറന്നു പോയി. അത്രയ്ക്ക് സന്തോഷമായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊന്നും അറിയില്ലായിരുന്നു, ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. കുറച്ച് അപ്പപ്പോൾ വീഡിയോ എടുക്കും. ഷോർട്സിലൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അവർ ഡാൻസ് എന്നാൽ, പക്ഷേ ദൈവം, അതായത് ഭഗവാനും ഭഗവതിയും കൃഷ്ണൻ്റെയും രാമൻ്റെയും സായിബാബയുടെയും അയ്യപ്പൻ്റെയും ഇങ്ങനെയൊക്കെ ആയിരുന്നു പാട്ട്. അല്ലാതെ വേറെ സിനിമ പാട്ടോ ഇതൊന്നും അല്ലായിരുന്നു. അങ്ങനെ പാടി കുറച്ച് പേര് ഡാൻസൊക്കെ അങ്ങനെ കളിച്ച് അങ്ങനെ പോവുകയായിരുന്നു. അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ പോയി പൂണെയിൽ ആണ് ഞങ്ങൾ ഇറങ്ങേണ്ടത്. അങ്ങനെ പൂണെയിൽ പോയി എത്തി, ഇറങ്ങി. അങ്ങനെ ഇറങ്ങുമ്പോൾ കഴിഞ്ഞു. പിന്നെ എന്നാ പറഞ്ഞില്ല, ആ താടി വെച്ച അവർ രാത്രി വരെ ഈ ഭജന പാടുമ്പോൾ അവരുണ്ടാകും. അതിന് ശേഷം അവരെ കാണുന്നില്ല. പിന്നെ രാത്രി ഒരു 10 മണി വരെയൊക്കെ ഞങ്ങൾ അങ്ങനെ ഇരുന്നിട്ട് പിന്നെ എല്ലാം ഉറങ്ങാൻ തുടങ്ങി. പിന്നെ അത് ഞങ്ങൾക്ക് ശ്രദ്ധയില്ല, ആരാണോ എന്താണോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. ആ സ്വാമി ആരാണെന്നൊന്നും അറിയാത്തത് കൊണ്ട് ആരും ശ്രദ്ധിച്ചില്ല അത്രയ്ക്കൊന്നും. ഞങ്ങളുടെ കൂടെ വന്നിരിക്കും ഭജന, അവരും ചേർന്ന് പാടുകയായിരുന്നു. ഞങ്ങൾ പാടുമ്പോൾ അവരും ചേർന്ന് പാടുകയായിരുന്നു. അതിൽ ഗോവിന്ദസ്വാമി എന്ന് പറയുന്ന ഒരു സ്വാമിയാണ് പാടിക്കൊടുക്കുന്നത്. പിൻപാട്ട് ഞങ്ങളെല്ലാം ചേർന്ന് പാടും. അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതേപോലെയാണ് അവരും പാടിക്കൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ ശ്രദ്ധയ്ക്ക് വരുന്ന ഗ്രൂപ്പാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൂണെയിലെത്തി. എല്ലാവരും ഇറങ്ങി, റെയിൽവേ സ്റ്റേഷനിൽ എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവർ അടുത്ത് വന്ന് ചിരിക്കുകയായിരുന്നു. എൻ്റെ ഹസ്ബൻഡിനോട് എന്തെല്ലാം ചോദിച്ചു കൊണ്ടിരുന്നു. ഞാനും ഫ്രണ്ട്സ് അപ്പോഴേക്ക് ഞാൻ ഈ ഭജന ഗ്രൂപ്പിൻ്റെ കൂടെ എല്ലാം
ഇത്തിരി സെറ്റായല്ലോ. അപ്പോൾ അവരുടെ കൂടെ അങ്ങനെ ഞാൻ പോവുകയായിരുന്നു. ഇവർ ഹസ്ബൻഡിൻ്റെ കൂടെ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എവിടെ എന്താ എപ്പോൾ പോണു, എവിടെ പോണു, എവിടെയെല്ലാം പോണു എന്ന് എന്തെല്ലാമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ശ്രദ്ധിച്ചില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ശരി ഞാൻ പോവാമെന്ന് പറഞ്ഞ് അങ്ങനെ പുറപ്പെടുമ്പോഴാണ് ആ സ്വാമി വീണ്ടും പൂനെയിൽ നിന്ന് ട്രെയിന് കയറുകയായിരുന്നു. എന്താണ് ചോദിച്ചു. ഞാൻ അതായത് അതൊരു ക്രിസ്ത്യാനി ആയിരുന്നത്രേ. ക്രിസ്ത്യാനി ആയിരുന്നു. അതായത് ഇപ്പം നമ്മളുടെ ഗുരു എന്ന് പറയുന്നില്ലേ, അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ പിന്നെ ഭഗവത്ഗീതയെക്കുറിച്ച് പറയുന്നവരും അത് എങ്ങനെയാ പറയുക, സത്സംഗം നടത്തുന്നില്ലേ, അതായത് ഉദിത് ചൈതന്യ, നമുക്കറിയപ്പെടുന്ന ആ ഉദിത് ചൈതന്യ എങ്ങനെയാണോ അതേപോലെയാണ് ഈ ക്രിസ്ത്യാനികളുടെ ആ ബൈബിൾ എല്ലാം ഉപദേശം കൊടുക്കുന്ന ആ സന്യാസി എന്ന് പറയുന്നില്ല, അത് നമ്മൾ പറയുന്നതാണ് ഫാദർ. അതിലെ അവിടുത്തെ ഫാദറാണത്രേ അവർ. ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഞാൻ ഫാദറാണ്, പിന്നെ ഞാൻ പോകുന്നു പറഞ്ഞു. അവർ പോകുകയായിരുന്നു. വീണ്ടും ഞങ്ങളെ വഴി കൂടെ വന്ന് സംസാരിച്ച് ശരി നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞ് വീണ്ടും ആ ട്രെയിന് കയറുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളുടെ ഗ്രൂപ്പല്ല, ഞങ്ങളുടെ കൂടെ വന്നവരല്ല, അവർ ശ്രുതിക്കല്ല, അവരൊരു ഫാദറാണ് എന്നുള്ളത് അപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞിരുന്നത്. അങ്ങനെ അപ്പോഴും അറിയില്ല അവർ ഫാദറാണ്, എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഗോവിന്ദസ്വാമി പാട്ട് പാടുന്നവരും അതിൻ്റെ കൂടെ വന്നിരുന്ന അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞ് അവർ ഫോട്ടോ ഒന്ന് കൊടുക്കുകയായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞു. ഞാനൊന്നും ശ്രദ്ധിച്ചില്ല, അങ്ങനെ പോകുകയായിരുന്നു. പിന്നെ അതിന് സ്പെഷ്യൽ ബസ്സാണ് ഞങ്ങൾക്ക് ഈ പൂനെയിൽ നിന്ന് സിർദിയിലേക്ക് പോവാൻ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബസ്, സ്പെഷ്യൽ ബസ്സാണ്. അപ്പോൾ അങ്ങനെ അതിലെല്ലാം കയറി കഴിഞ്ഞിട്ട് കുറേ ദൂരം പോകുമ്പോഴാണ് പറയുന്നത്, നിങ്ങൾക്കറിയാമോ സായിബാബയെ കുറിച്ച് അവരുടെ കഥകളൊക്കെ ഇങ്ങനെ പറയുകയായിരുന്നു. പറയുമ്പോഴാണ് ലാസ്റ്റ് പറയുന്നത്, നമ്മുടെ കൂടെ ഒരു സായിബാബ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്ന് ചോദിക്കുകയായിരുന്നു. ആർക്കും ഒന്നും മനസ്സിലായില്ല. പിന്നെയാണ് അവർ ആ ഫോട്ടോ കാണിക്കുമ്പോൾ അങ്ങനെ ബാബയുടെ മുഖം മാതിരിയാണ് ഉണ്ടായിരുന്നത്. ആ ഫോട്ടോ കാണിക്കുകയായിരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ കണ്ണ് കലങ്ങി പോവുകയാണ്. ഞാൻ അത്രയ്ക്കൊന്നും അറിയാത്തത് കൊണ്ട് വീഡിയോ എടുത്തിരുന്നില്ല, അവരെ ഫോട്ടോ എടുത്തിരുന്നില്ല. സാധാരണ എങ്ങനെയാണോ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നതും ഭജന പാടുന്നതും ഇതൊക്കെയാണ് എടുത്തിരുന്നത്. പിന്നെ അങ്ങനെ അവരെ അടുത്ത് തന്നെയാണ് ഇരുന്നത്. പക്ഷെ അങ്ങനെ അടുത്തുണ്ടാകുമ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ അവരൊന്നും അത്രയ്ക്ക് പറ്റിയിരുന്നില്ല. ഒരുപാട് വിഷമമായി പോയി. ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ, നമ്മുടെ അടുത്ത് വന്ന് ചിരിച്ചല്ലോ, ശ്രദ്ധിച്ചില്ലല്ലോ എന്നൊക്കെ ഭയങ്കരമായ ഒരു വിഷമമായിരുന്നു. അവരാണ് പറഞ്ഞിരുന്നത് കഥകളുടെ ഇങ്ങനെ കഥകൾ പറയുമ്പോൾ ഇടയിൽ വെച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ നോക്കൂ, അവർ നമ്മളുടെ കൂടെ വന്നവരാണെന്നാണല്ലോ നമ്മളെല്ലാവരും വിചാരിച്ചു കൊണ്ടിരുന്നത്. അതൊരു ഫാദറാണ്. ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് കയറി പോകുന്നല്ലോ. കോയമുത്തൂർ തൊട്ടും ഈ പൂനെ വരെ നമ്മളെ ഇറക്കി വിട്ട് സിർദിയിലേക്ക് ബസ് കയറി നമ്മൾ പോകുന്നവരെ ഉണ്ടായിരുന്നത് ആരാണത്, സായിബാബയാണ് എന്നുള്ളത് പിന്നീടാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ 50 പേരുള്ളതിൽ ഞങ്ങളുടെ ഈ പെട്ടിയിൽ മാത്രമാണ് അവരെ കാണാൻ പറ്റിയത് എങ്കിലും കുറച്ച് മാത്രം. പിന്നെ എവിടെ പോകണു, എവിടെ നിന്ന് വരുന്നു, എവിടെ ഇരിക്കുന്നു എന്നൊന്നും ആർക്കും ഒന്നും അറിയില്ലായിരുന്നു. ഈ ഭജന പാടുമ്പോൾ കുറച്ച് നേരം ഉണ്ടായിരുന്നു. പിന്നെ ഇറങ്ങുമ്പോഴാണ് ഞങ്ങൾ കണ്ടിരുന്നത്, പിറ്റേ ദിവസം ഇറങ്ങുമ്പോഴാണ് ഞങ്ങൾ കണ്ടിരുന്നത്. അതങ്ങനെ കഴിഞ്ഞു. ഞാൻ പിന്നെ വിഷമത്തിലായിരുന്നു, ഒരുപാട് വിഷമത്തിലായിരുന്നു. പിന്നെ ഒരുപാട് ഫോട്ടോസ് ഉണ്ടല്ലോ, നമ്മൾ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ വേഗം കണ്ടുപിടിക്കാനൊക്കെ കുറച്ച് പാടായിരുന്നു. ഞാൻ പിന്നെ സിർദിയിലേക്ക് എത്താനായിട്ട് ഒരു 3 മണിക്കൂർ ടു 5 മണിക്കൂർ ആവുമെന്ന് പറഞ്ഞു. തേടുകയായിരുന്നു, ഇവർ മാത്രം ഉണ്ടാവുമോ, ഞാൻ വീഡിയോ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ലല്ലോ
അതുകൊണ്ട് അയ്യ സ്വാമിയെ നമുക്ക് കാണാൻ പറ്റുമോ, ആ ഫാദറെ കാണാൻ പറ്റുമോ, എൻ്റെ വീഡിയോ എവിടെയെങ്കിലും ഉണ്ടാവില്ലേ പറഞ്ഞിട്ട് തിരിച്ച് തേടുകയായിരുന്നു. എനിക്ക് അതേപോലെ എനിക്ക് ഇരുന്നത് ഒരു സ്ഥലത്തായിരുന്നു, ബാക്ക് സൈഡായിട്ട് ഇങ്ങനെ പാട്ട് പാടുമ്പോൾ ബാക്ക് സൈഡായിട്ട് എന്തോ ഒരു ബുക്ക് വായിക്കുന്നത് പോലെയോ എന്തോ ഒരു വീഡിയോയിൽ എനിക്ക് അവരെ കാണാൻ കിട്ടി. പിന്നെയാണ് എനിക്ക് മനസ്സ് സന്തോഷമായത്. ആ വീഡിയോ ആണ് നിങ്ങൾക്ക് ഞാൻ അതൊന്നും ഒരു ക്ലിക്ക് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ 1.5 ദിവസത്തോളം ട്രാവൽ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോ ഒന്നും എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും അവരെ എടുക്കാനൊന്നും പറ്റിയില്ല. ഞാനങ്ങനെ വിഷമിച്ച് തിരയുകയായിരുന്നു. എനിക്ക് വേറെ ഒരു ശ്രദ്ധയില്ല. അവർ പാട്ട് പാടുന്നവരും പാടുന്നുണ്ട്, ഡാൻസ് കളിക്കുന്നവർ കളിക്കുന്നുണ്ട്, ഒന്നും ഞാൻ ഒരു ശ്രദ്ധയും ഇല്ലാതെ ഭഗവാനെ ഞാൻ ഇങ്ങനെ അറിയാതെ പോയല്ലോ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് നോക്കുകയായിരുന്നു. എനിക്കതിൽ ഒരു ചെറിയ വീഡിയോ കിട്ടിയതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അത്ര തന്നെ ശരിയായിട്ട് മുഖമൊന്നും അറിയുന്നില്ല, ആ വെളുത്ത താടി മാത്രമേ അതിൽ കാണാൻ പറ്റുന്നുള്ളൂ. എന്തോ ഒന്ന് കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ലോങ് വീഡിയോ ആയി പോകും, ക്ഷമിച്ചേ പറ്റുള്ളൂ. ഒരുപാട് കഥയുണ്ട് പറയാൻ. നിങ്ങൾ ഇത്തിരി ക്ഷമിച്ചേ പറ്റുള്ളൂ. ഭഗവാനെ അറിയണമെങ്കിൽ ഞാൻ ഈ പറയുന്ന സത്യങ്ങളൊക്കെ കേൾക്കണം. ലോങ് വീഡിയോ ആയി പോകുന്നു എന്ന് പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ അങ്ങനെ ഞങ്ങൾ സിദ്ധിയിലൊക്കെ എത്തി. ഭഗവാനെ വൈകുന്നേരം പോയി തൊഴുതുകയായിരുന്നു. തൊഴുതു ദ്വാരകമയിലെല്ലാം പോയി നല്ല ആരതി വൈകുന്നേരം 6 മണിയുടെ ആരതിയെല്ലാം കണ്ട്, പിന്നെ രാത്രി നൈറ്റ് ആരതി അതും എല്ലാം കണ്ട് ഞങ്ങളെല്ലാം നന്നായി തൃപ്തിയോടെ 2 പ്രാവശ്യം പോയി കാണുകയായിരുന്നു. അത്രയ്ക്ക് വലിയ തിരക്ക് എന്ന് പറയാനില്ല. അതായത് 60 വയസ്സായവർക്ക് അവരുടെ ഭാര്യ കൂടെയുണ്ടെങ്കിൽ അവർക്ക് പോയി കാണാം, കൂടെ പൊക്കോളാം. അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് കൂടെ ഞാൻ പോവുകയായിരുന്നു. ഞങ്ങൾ അത് കണ്ട് തൊഴുത് വീണ്ടും പോയി ക്യൂ നിൽക്കുക, പിന്നെ ആധാർ കാണിച്ചിട്ട് ഞങ്ങൾ വീണ്ടും പോവുകയായിരുന്നു. അങ്ങനെ 2 പ്രാവശ്യം അന്ന് കാണുകയായിരുന്നു. പിന്നെ അങ്ങനെ രാവിലെ ആയി. അതായത് 4 മണിക്കൊക്കെയാണ് ദ്വാരകാമയിൽ ആരതി ഉണ്ടാവുന്നത്. പെട്ടെന്ന് അങ്ങനെ ക്ഷീണമല്ലേ, അതുകൊണ്ട് ഉറങ്ങിപ്പോയി. ഈ 4 മണിക്കുള്ള ആരതിക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ 5:30 to 6 മണിക്കുള്ളിൽ ഒരു ആരതി ഉണ്ട്. ശരി, അതിനിങ്ങനെ പോവാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മെല്ലെ കുളിക്കുമ്പോഴാണ് അവിടെ ആരതിയുടെ ഞങ്ങളുടെ റൂം അടുത്താണ്. സിർഡി ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയാണ് റൂം. എനിക്ക് പാട്ട് കേൾക്കുന്നു, ആരതി പാട്ട്. ഞാൻ എന്താ ചെയ്യുക, ഇപ്പോഴല്ലേ കുളിക്കാൻ പോകുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ട് വേഗം 5-6 കപ്പ് വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് ഞാൻ അങ്ങനെ ഓടുകയായിരുന്നു. വേഗം ഡ്രസ്സ് മാത്രം മാറ്റിയിട്ട് തല ചീവുകയോ ഒന്നും ചെയ്തില്ല. അങ്ങനെ നെറ്റിയിൽ ഒരു പൊട്ട് വെച്ചിട്ട് ഒരൊറ്റ ഓട്ടം അങ്ങ് ഓടുമ്പോൾ അവിടെ ആരതി പകുതിയായി. ഞാൻ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ കുളിച്ചിട്ട് വരുമോ, ഞാൻ ആരതിക്ക് എനിക്കറിയാമല്ലോ ദ്വാരകമായി, ഞാൻ അവിടെ തന്നെ ഉണ്ടാകും, നിങ്ങൾ വന്നോളൂ. എല്ലാവരും ആരും എണിച്ചിട്ടുണ്ടായിരുന്നില്ല. 50 പേരും അല്ല, നല്ല ടയേർഡാണ് എല്ലാവരും. അവരവരുടെ റൂമിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ മാത്രം തനിച്ചൊരൊറ്റ ഓട്ടം ഓടി അവിടെ ദ്വാരകമായി പോയി ആരതിയെല്ലാം കണ്ടു. അപ്പം അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നില്ല. അതായത് ദ്വാരകമായി ചാവടി, പിന്നെ അവിടെ ഭഗവാൻ ഇരിക്കുന്ന അവിടെ ക്ഷേത്രത്തിൽ ഒക്കെ കുറച്ച് അവിടെയായിട്ടുണ്ട്. ഇതിപ്പോൾ ദ്വാരകാമായിൽ ഇരുന്നാൽ നമ്മൾക്ക് ഈ ആരതി TV-യിൽ കൂടെ കാണാം. പിന്നെ ദ്വാരകാമായിലുള്ളവരെല്ലാം ചേർന്ന് ഈ കാക്കട ആരതിയൊക്കെ പാടുകയായിരിക്കും. അത് കാണാനും കേൾക്കാനും അതൊക്കെ നമ്മൾ കണ്ടാലേ മനസ്സിലാവുള്ളൂ, പറഞ്ഞാൽ തീരില്ല. അതെങ്ങനെ പറയണമെന്നും കൂടി എനിക്കറിയുന്നില്ല. അതൊരു സന്തോഷമാണ്. ഈ ഭഗവാൻ ഇരുന്ന സ്ഥലത്തും ഭഗവാൻ പാചകം ചെയ്ത ആ അടുപ്പ് കാണാനും, ഭഗവാൻ ഇരുന്നിരുന്ന ആ കല്ലും, ഭഗവാന്റെ ആത്മാവ് പിരിഞ്ഞ ആ സ്ഥലം, എല്ലാവർക്കും ഉപദേശം കൊടുക്കുന്ന ആ സ്ഥലം, പാചകം ചെയ്ത് വിളമ്പുന്ന ആ സ്ഥലം, ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഇരുന്നു. ആ കാക്കട ആരതിയെല്ലാം കഴിഞ്ഞു. പിന്നെ അവർ ബാക്കിയുള്ളവരൊക്കെ 60 വയസ്സായവരൊക്കെ അകത്തേക്ക് പോയി ഭഗവാനെ കാണാൻ പോയിട്ടുണ്ടാകും. അതിൽ ചേർന്ന് എൻ്റെ ഹസ്ബൻഡും പോയി. എനിക്ക് എന്താ ചെയ്യുക, ഹസ്ബൻഡ് പോയി കഴിഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റില്ല. എനിക്ക് 60 വയസ്സാകാത്തത് കൊണ്ട് പിന്നെ എനിക്ക് പോകാൻ പറ്റില്ലല്ലോ. ഹസ്ബൻഡ് പോയി, അകത്തേക്ക് പോയിരിക്കുകയാണ്.
ഞാൻ പോകുമ്പോൾ ബാഗിൽ വേറെ മൊബൈലൊന്നും അവിടെ അലോഡല്ല, മൊബൈലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ദ്വാരകമായിലൊക്കെ ദ്വാരകമായി പുറത്ത് മൊബൈൽ ഉപയോഗിക്കാം, അകത്തേക്ക് പ്രവേശനമില്ല. അങ്ങനെ എല്ലാവരും പോയി. പിന്നെ അങ്ങനെ 60 വയസ്സാകാത്തവർക്ക് ഒരുപാട് ദൂരമുണ്ട്. അതേപോലെ തിരുപ്പതിയിൽ എങ്ങനെയാണോ അതേപോലെയാണ് ഇപ്പോഴാക്കിയിരിക്കുന്നത്. ഒരുപാട് ദൂരെ പോകണം, പോയിട്ട് വേണം അങ്ങനെ വരാൻ. എനിക്ക് അവിടെയൊന്നും അറിയില്ല, ഞങ്ങൾ ഫസ്റ്റ് പോകുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നേരെ ഇപ്പോൾ പോകുന്ന ഈ 60 വയസ്സ് ഉള്ളവർ പോകുന്ന സ്ഥലം കൂടിയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ വേറെ എവിടെയോ ദൂരമുണ്ട് എന്നൊക്കെ പറയുന്നത് കണ്ടു. അതുകൊണ്ട് എൻ്റെ കൂടെ വന്നവരൊക്കെ അങ്ങനെ പകുതി പേര് അങ്ങനെ പോയി. 60 വയസ്സ് ആയവരൊക്കെ ഇങ്ങനെയും പോയി കഴിഞ്ഞു. ഞാൻ ഒറ്റയ്ക്കായി പോയി. ദ്വാരകം ഞാൻ നേരത്തെ പോയതല്ലേ, എന്നെ കണ്ടുപിടിക്കാനും അവർക്ക് പറ്റുന്നില്ല, തിരക്കുള്ളത് കൊണ്ട്. ഞാൻ എവിടെയാണെന്ന് ഫോണും ഇല്ലല്ലോ. എൻ്റെ അടുത്ത് ഫോണുണ്ട്, പക്ഷേ ഭർത്താവിൻ്റെ അടുത്തൊന്നും ഫോണില്ലാത്തത് കൊണ്ട് ആരുടെ അടുത്തും ഫോണ് എല്ലാം റൂമിൽ വെച്ചിരിക്കുകയാണ് അവർ. അതുകൊണ്ട് സംസാരിക്കാനോ ഒന്നും പറ്റാതെയായിരുന്നു. അങ്ങനെ അവരെല്ലാം പോയി. ശരി, ഭഗവാനെ 2 പ്രാവശ്യം കണ്ടു. പിന്നെ 2 പ്രാവശ്യം കാണുമ്പോഴും ഞങ്ങൾ തലഭാഗത്താണ് തൊഴുതാൻ പറ്റിയിരുന്നത്. ഭഗവാന്റെ സമാധിയിലെ തല സൈഡാണ് ഞങ്ങൾക്ക് തൊഴുതാൻ പറ്റിയത്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഭഗവാന്റെ ആ കാൽക്ക് ഒന്ന് തൊട്ട് വണങ്ങണം, ആ കാൽഭാഗത്തിൽ ഒന്ന് വണങ്ങണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു, ഭഗവാനെ ആ കാലിലൊന്ന് തൊട്ട് വണങ്ങാനുള്ള യോഗം എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ മുൻവശത്ത് അങ്ങനെ ഇരിക്കുകയായിരുന്നു. എല്ലാവരും പോയി. 60 വയസ്സാകാത്തവരൊക്കെ വേറെ ക്യൂവിൽ പോയി. ഭർത്താവട്ടെ അവരുടെ സെറ്റൊക്കെ അവരും അകത്തൊക്കെ കടന്നു. എനിക്ക് പോകാൻ പറ്റില്ല. ആധാർ കാർഡ് എൻ്റെ ഭർത്താവിൻ്റെ അടുത്താണ്, അവരുടെ അടുത്താണ് ഉള്ളത്. എനിക്ക് അകത്ത് കയറാൻ എൻ്റെ ആധാർ കാർഡ് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അവർ ചെക്ക് ചെയ്യണവർ വിളിക്കുകയായിരുന്നു. എന്താ അവിടെ, അവർ ഹിന്ദിയിൽ എന്തൊക്കെയോ ചോദിക്കുകയായിരുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പം ഞാൻ എല്ലാം പോയി, അകത്ത് പോയി. എനിക്ക് ഏജ് ആയിട്ടില്ല എന്ന് മാത്രം പറഞ്ഞു. ഞാൻ തമിഴിൽ പറയുമായിരുന്നു. ആധാർ കാർഡ് വാങ്ങി അങ്ങനെ നോക്കിയിട്ട് പറ്റില്ല എന്ന് പറയുമായിരുന്നു. ശരി പറഞ്ഞ് ഭഗവാനെ കാണാനുള്ള യോഗം എനിക്കില്ല. കണ്ടു, 2 പ്രാവശ്യം കണ്ടു, എങ്കിലും എനിക്ക് ആ കാൽക്കലൊന്ന് തൊടാനുള്ള ഭാഗ്യം ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സങ്കടത്തിലിരിക്കുകയായിരുന്നു. പിന്നെ അവർ നല്ല തിരക്ക് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആധാർ കാട്ടുന്നു, അകത്തേക്ക് പോകുന്നു, അങ്ങനെ പോകുന്നു. അങ്ങനെയൊക്കെയാണ്. എന്നെ എങ്ങനെ ശ്രദ്ധിച്ചോ എന്തോന്ന് അറിയില്ല, അവർ വീണ്ടും വിളിക്കുകയായിരുന്നു. വിളിച്ചിട്ട് പൊക്കോ എന്ന് പറയുമായിരുന്നു. ഞാനങ്ങനെ വേഗം അകത്ത് കിടക്കുകയായിരുന്നു. പിന്നെ മൊബൈൽ ചെക്കിംഗ് ആണ്. അതൊരമ്മയായിരുന്നു, ഫുള്ളും ഒക്കെ ചെക്കിങ് ആയിരുന്നു. അപ്പം ഞാൻ ഉള്ളത് പറഞ്ഞു, എൻ്റെ ബാഗിൽ മൊബൈലുണ്ട്, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുമായിരുന്നു. സത്യം പറഞ്ഞു, ഉണ്ട് എന്ന് പറയുമായിരുന്നു. എല്ലാവരും ബാഗ് കാട്ടാൻ ഇല്ല പറഞ്ഞിട്ട് പോകുന്നു. ഞാൻ അടുത്ത് പോകുമ്പോഴേക്കും ഉണ്ട്, ബാഗിലുണ്ട് പറഞ്ഞിട്ട് ഞാനിങ്ങനെ കാണിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ മുഖത്ത് നോക്കി ശരി അകത്ത് വെച്ചിട്ട് പൊക്കോ എന്ന് പറഞ്ഞു. ദൈവമേ, എനിക്ക് എന്താണ് പറയണമെന്ന് എനിക്കൊന്നും അറിഞ്ഞില്ല ആ ടൈം. മൊബൈലുണ്ട്, എങ്ങനെ അകത്ത് കടന്നു എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ അകത്ത് കടന്നു പോകുമ്പോഴാണ് ആ ക്യൂവിൽ നമ്മുടെ ഭർത്താവ് അവരുടെ സെറ്റുകളൊക്കെ അടുത്ത ഗ്രൂപ്പിൽ അങ്ങനെ ലൈനായിട്ട് നിൽക്കുന്നു. എങ്ങനെയും കണ്ടല്ലോ, ഇനി എങ്ങനെയായാലും പുറത്ത് വരുമ്പോൾ നമുക്ക് കാണാമല്ലോ. കുറച്ച് ദൂരം അങ്ങനെ എനിക്ക് അറിയുന്നുണ്ട്. അവർ എന്നെയും കണ്ടു. ഞാൻ ബാക്കിൽ, അവർ മുന്നിലായിട്ട് അങ്ങനെ നിൽക്കുന്നു. ടി വിയിൽ കാണാം നമുക്ക്, ഇങ്ങനെ എല്ലാം അവിടെ ടി വി ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്കൊക്കെ കാണാൻ പറ്റും. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു, ചിരിച്ചു. അതോടെ അങ്ങനെ പോവുകയായിരുന്നു. പിന്നെ പോകുമ്പോൾ അങ്ങനെ കുറച്ച് ദൂരം പോയി കഴിയുമ്പോഴേക്കും ഒരു ചെറിയ ഗേറ്റ് ഉണ്ടായിരുന്നു. ആ ചെറിയ ഗേറ്റ് തുറന്നിട്ട് വരൂ എന്ന് പറയുകയായിരുന്നു. ഞാൻ അങ്ങ് എന്താ പറയുക, സത്യമാണ്. ഈ ഭഗവാന്റെ മുന്നിൽ വെച്ച് പറയുന്നു, ഞാൻ പറയുന്നത് സത്യമാണ്. അങ്ങനെ ആ ഗേറ്റിൽ കൂടെ പോവുകയായിരുന്നു ഞാൻ. പോയിട്ട് ഇവരെ ഫസ്റ്റ് പോയി അരമണിക്കൂറോളം നിന്നവരൊക്കെ ബാക്കിലായിരുന്നു. എനിക്ക് ഭഗവാന്റെ കാൽക്കൽ കുറേ നേരം നിൽക്കാനായിട്ടും കിടന്ന് വണങ്ങി അവിടെ വെച്ചിരിക്കുന്ന പൂവെല്ലാം എടുത്ത് ഞാൻ മുഖത്തൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരുപാട് നേരം അവിടെ ഭഗവാനെ കണ്ടു. ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുകയായിരുന്നു. എനിക്ക് എന്താണെന്നൊന്നും പറയാനൊന്നും പറ്റുന്നില്ല, അത്രയ്ക്ക് സന്തോഷമായിരുന്നു. സന്തോഷം
കരച്ചിലും ഒക്കെയാണ് എനിക്ക് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഭഗവാനെ കണ്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. പിന്നെ എല്ലാവരെയും ഇങ്ങനെ സമാധിയൊക്കെ വീട് തൊഴുത ശേഷം വാതിൽ പോ പറയുമായിരുന്നു. ഞാൻ വാതിലിൻ്റെ അപ്പുറത്തായിട്ട് കുറേ നേരം നിൽക്കുകയായിരുന്നു. അവിടെ നിന്ന് നോക്കിയാലും ഭഗവാനെ കാണാം. എല്ലാവരും തൊട്ട് തൊഴുതുന്നതും എല്ലാം കാണാം നമുക്ക്. എല്ലാവരെയും പോ പറഞ്ഞിട്ട് അവർ അങ്ങനെ പൊക്കോ പറയുമായിരുന്നു. ഞാൻ ഈ വാതിലിൻ്റെ ഓരത്ത് തന്നെ ഒരു അരമണിക്കൂറോളം ഭഗവാനെ കണ്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു. സമാധിയൊന്ന് കാണുക, ഭഗവാനെ നോക്കുക, അങ്ങനെ എന്നെ മാത്രം പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ഞാൻ പോവാ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു. പിന്നെ അവർ ബാക്കിൽ നിന്നവർ എൻ്റെ ബാക്കിയുള്ള ഗ്രൂപ്പൊക്കെ വന്ന് ഭഗവാനെ തൊഴുത് വെളിയെ പോകുന്നവരെ ഞാൻ അവിടെ എനിക്ക് നിൽക്കാൻ പറ്റി. അങ്ങനെ നിന്നു, ഭഗവാനെ തൊഴുതു. പിന്നെയും വീണ്ടും ഞാൻ രണ്ടാം മുറി ആ വാതിലിൽ നിൽക്കുന്ന അവിടെ നിന്ന് വീണ്ടും അകത്തേക്ക് വന്ന് പിന്നെയും ആ ഭഗവാന്റെ സമാധിയിലേക്ക് വീണ് തൊഴുതുകയായിരുന്നു. ആ കാൽ ചുവട്ടിൽ എനിക്ക് എന്താ പറയണമെന്നൊന്നും എനിക്ക് അറിയുന്നില്ല. അത്രയ്ക്ക് സന്തോഷവും എന്താണെന്നൊന്നും എനിക്ക് പറയാനേ അറിയില്ല. അവിടെ കൂടെ വന്നവർക്കൊക്കെ അത്രയും അത്ഭുതമായി പോയി. ഇതെങ്ങനെ സാധിച്ചു, എങ്ങനെയാണ് എന്നുള്ളവരൊക്കെ അങ്ങ് അവരെ പറയാൻ തുടങ്ങി. ഇതെങ്ങനെ അങ്ങ് സാധിച്ചത്, എങ്ങനെ അകത്തേക്ക് വന്നു, മൊബൈൽ കയ്യിലുണ്ട് എന്നൊക്കെ അവർ എല്ലാവർക്കും ഒരു അതിശയം തന്നെയാണ് ആയത്. ഞാൻ വീണ്ടും പോയി. പിന്നെ അവർ ചോദിക്കുകയായിരുന്നു, മതിയോ, തൊഴുതത് മതിയോ എന്ന് ചോദിക്കുകയായിരുന്നു എൻ്റെ അടുത്ത്. ഞാൻ മതിയെന്ന് പറഞ്ഞിട്ട് വരികയായിരുന്നു. അങ്ങനെ ഭഗവാനെ കണ്ടു. അവർ ചോദിക്കുന്നുണ്ടായിരുന്നു, എല്ലാവരെയും പോ പറയുന്നുണ്ടായിരുന്നു. എന്നോട് മാത്രം മതിയാ ചോദിക്കുന്നുണ്ടായിരുന്നു. അത് എനിക്ക് ചിറിച്ച് ചീത്ത വിളിക്കുന്നതും നമ്മളെ സ്നേഹത്തോടെ ഹിന്ദി അറിയില്ലെങ്കിലും അവർ സംസാരിക്കുന്നത് വെച്ച് നമ്മൾക്ക് അറിയാമല്ലോ. ചിരിച്ചിട്ടേ അവർ കേൾക്കുകയായിരുന്നു. ഞാൻ മതി അത്രത്തോളം ഞാൻ തൊഴുത് കഴിഞ്ഞു. അവിടെ ഒരു 10 പ്രാവശ്യം സിദ്ധിയിലേക്ക് പോയ ആ സമാധാനം എനിക്ക് കിട്ടി. അങ്ങനെ തൊഴുതു. അങ്ങനെ ഗുരുസ്ഥാനത്തിൽ വന്ന് ആ വേപ്പും ചുവട്ടിൽ ഇരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭഗവാനെ ഇലകളൊന്നും അവിടെ കിട്ടില്ല. വീഴുമ്പോഴേക്കും അങ്ങനെ വന്ന് എടുക്കുകയായിരിക്കും. നമുക്ക് കിട്ടാനേ ഒരുപാട് പാടാണ്. ഞാൻ ഭഗവാനോട് പറയുമായിരുന്നു, നിനക്ക് എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ ഒരിലെങ്കിലും എനിക്ക് തരുമെന്ന് പറയുമായിരുന്നു. അങ്ങനെ എനിക്ക് 3 ഇല എനിക്ക് കിട്ടുകയായിരുന്നു. അങ്ങനെ അത് കഴിയുമ്പോഴേക്കും പിന്നെ ചുറ്റി വരുമ്പോൾ 1 ഇല പിന്നെയും കിട്ടുകയായിരുന്നു. അങ്ങനെ 4 ഇല വേപ്പില എനിക്ക് കിട്ടി. ആ സന്തോഷത്തോടെ മടങ്ങുകയായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാ സ്ഥലത്തും പോയിക്കൊണ്ട് ഒരുപാട് വലുതായി പോകും. അതുകൊണ്ട് ചുരുക്കം ഞങ്ങൾ ഇപ്പം മടങ്ങുന്നത് മാത്രം ഞാൻ പറയാം. ലാസ്റ്റ് എല്ലാം സിംഗണാപൂർ, പാണ്ഡുരംഗൻ്റെ അവിടെ, മന്ത്രാലയ എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ 5ാമത്തെ ദിവസം വൈകിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടാവും ഈ ഫോട്ടോ. ബാബിയെ പോലെ ഒരു അച്ഛൻ ഞങ്ങളോടത്ത്, നിങ്ങൾ സിദ്ധിക്ക് പോയതാണോ, എപ്പോൾ പോയി, എപ്പോൾ പുറപ്പെട്ടു, എല്ലാവരും നന്നായിരിക്കും അങ്ങനെ പറഞ്ഞിട്ട് പോവുകയായിരുന്നു. അതും ഒരു ബാബിയെ പോലെയാണ് എനിക്ക് ഞങ്ങൾക്ക് തോന്നിയത്. അതെല്ലാം കഴിഞ്ഞു വന്നു. പിന്നെ അത് ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു. ഫസ്റ്റേ എനിക്ക് പറ്റിയില്ലല്ലോ. ഭഗവാൻ ഏത് രൂപത്തിലാണ് നമ്മളോടത്ത് വരിക എന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വേഗം അവരെ വീഡിയോ എടുക്കുമായിരുന്നു. ജസ്റ്റ് അവർ കുറച്ച് നേരം തന്നെ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് ഒരു 2 മിനിറ്റ് 3 മിനിറ്റോളം തന്നെ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം എനിക്ക് വീഡിയോ എടുക്കാൻ വേഗം ക്ലിക്കായില്ല. അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പിന്നെ വേഗമായിരുന്നു ഞാൻ ബാഗിൽ നിന്ന് എടുത്തത്. അത് കുറച്ചേ കിട്ടിയുള്ളൂ. എങ്കിലും അവരെ കാണാൻ കിട്ടി, വീഡിയോ എടുക്കാൻ പറ്റി, ഫോട്ടോ എടുക്കാൻ പറ്റി എന്നുള്ള സന്തോഷമാണ്. അങ്ങനെ വന്നു. കോയമ്പത്തൂരെത്തി. 6ാമത്തെ ദിവസം കോയമ്പത്തൂരെത്തി. ഞങ്ങൾ കാർ പാർക്കിംഗ് ചെയ്ത് ഇരിക്കുന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ ഒരു ഊതി പാക്കറ്റ് ആ കാറിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. സത്യമാണ് ഞാൻ പറയുന്നത്. ഈ ഭസ്മ പാക്കറ്റ് എങ്ങനെയാണ് ഇവിടെ വന്നത് എന്ന് ഒന്നും അറിഞ്ഞില്ല. അതും റെയിൽവേ സ്റ്റേഷനിൽ. ഞങ്ങൾ സായിബാബയുടെ ഫോട്ടോ കാറിലുണ്ട്. ചിലപ്പോൾ ആരെങ്കിലും സായിബാബയുടെ ഫോട്ടോ കണ്ടപ്പോൾ ഭസ്മം വച്ചിട്ടുണ്ടാകും എന്ന് ഹസ്ബൻഡ് പറയുമായിരുന്നു. അത് എങ്ങനെയോ എന്തോന്നറിയില്ല. ആര് വച്ചോ വച്ചില്ലയോ അത് നമ്മൾക്കറിയില്ല. പക്ഷേ
ആ ഭസ്മ പാക്കറ്റ് അത് കണ്ടതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. പോകുമ്പോൾ തൊട്ട് മടങ്ങി ഞങ്ങളെ ആ കാർ എവിടെ നിർത്തിയിരുന്നതോ അതുവരയ്ക്കും സിർദി ഭഗവാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അതൊരു അടയാളമായിട്ട് ഞങ്ങൾക്ക് അറിയാൻ പറ്റിയെന്ന് മാത്രം. അത്ര തന്നെ. സായിറാം. ഇനി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഓം സായിറാം. വിശ്വസിക്കുക. ഞാനിത് ഇത്രയും പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നവർക്ക് സത്യമാണ്, വിശ്വസിക്കാത്തവർക്ക് അതൊരു തമാശയായിട്ട് കാണും. തമാശയായിട്ട് കാണരുത്, സത്യമാണ്. ഓം സായിറാം.